മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു തിരിച്ചുവരവ് നടത്തുമെന്ന് കരുതിയ സീസണാണ്. എന്നാൽ ഇത്തവണയും അതിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ല. ഡെർബിയിൽ സിറ്റിയോട് കൂടി തോറ്റതോടെ അമോറിമിന്റെ തലയ്ക്കും മുറവിളി തുടങ്ങിയിട്ടുണ്ട്. അലക്സ് ഫെർഗ്യൂസന് ശേഷം പ്രീമിയർ ലീഗിൽ ഒന്ന് തലയുയർത്തി നിൽക്കാനുള്ള അവസരം യുണൈറ്റഡിന് ഉണ്ടായിട്ടില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർ ഇന്നും നിരാശപ്പെടുന്നത് ഫെർഗ്യൂസൺ കാലത്തെ അതുല്യ പ്രകടനം മറക്കാനാകാത്തതുകൊണ്ടാണ്. അതൊരു സുവർണ കാലമാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബിനെ ചുവന്ന ചെകുത്താന്മാർ എന്ന വെളിപ്പേര് പോലെ ഏവരും ഭയക്കുന്ന സംഘമാക്കി മാറ്റിയ ഒരു കഥ. അച്ചടക്കമില്ലാത്ത ക്ലാസ്സിലേക്ക് അധ്യാപകർ വരുന്നത് പോലെയാണ് അയാൾ ഓൾഡ് ട്രഫോർഡിലെ ഡ്രസ്സിംഗ് റൂമിലേക്ക് 1986 പരിശീലക കുപ്പായം അണിഞ്ഞെത്തിയത്. ലിവർപൂൾ ഇംഗ്ലീഷ് ഫുട്ബോൾ ഭരിക്കുന്ന കാലം. ലിവർപൂൾ എവിടെയുണ്ടോ അവിടെ യുണൈറ്റഡിനെ എത്തിക്കണമെന്നതായിരുന്നു ഫെർഗ്യൂസന്റെ മുന്നിലെ ദൗത്യം. പിന്നെ നടന്നത് ചരിത്രം. തുടക്കം ഒട്ടും നന്നായിരുന്നില്ല. ആദ്യ 3 സീസണുകളിൽ ഓർത്തെടുക്കാൻ വലിയ നേട്ടമൊന്നും യുണൈറ്റഡിന് നൽകിയില്ല. ഒരു ഘട്ടത്തിൽ ഫെർഗ്യൂസനെ പുറത്താക്കണമെന്ന ആഹ്വാനമുണ്ടായിരുന്നെങ്കിലും ഫെർഗ്യൂസണിൽ ടീം വിശ്വാസമർപ്പിച്ചു. 1989-90 സീസണിലെ FA കപ്പിലൂടെ യുണൈറ്റഡിന്റെ തിരിച്ചുവരവ്, ഫെർഗ്യൂസന്റെ കിരീടവേട്ടയ്ക്ക് തുടക്കവും. കമ്മ്യൂണിറ്റി ഷീൽഡും യൂറോപ്യൻ വിന്നേഴ്സ് കപ്പും പിന്നാലെ വന്നു. 1993 ഫസ്റ്റ് ഡിവിഷൻ ടൂർണമെന്റ് പ്രീമിയർ ലീഗായി മാറിയപ്പോൾ ആദ്യ കിരീടവുമായി ഫെർഗ്യൂസൺ യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രഫോർഡിൽ നങ്കൂരമിട്ടു. പിന്നീടങ്ങോട്ടെ യുണൈറ്റഡിന്റെ സുവർണകാലം. അലക്സ് ഫെർഗ്യൂസന്റെ കാലത്ത് ലിവർപൂളിന്റെ ചെമ്പടയ്ക്ക് പ്രീമിയർ ലീഗ് കിട്ടാക്കണിയായി. ക്ലബ് ഉടമയെക്കാളും സ്വാധീനശേഷിയുണ്ടായിരുന്നു ഫെർഗ്യൂസന്. താരങ്ങളെക്കാൾ താരപ്പകിട്ടുള്ള പരിശീലകൻ. ക്രിസ്ത്യാനോ റൊണാൾഡോയും വെയ്ൻ റൂണിയും റയാൻ ഗിഗ്സും പോൾ സ്കോൾസും അടക്കമുള്ള താരങ്ങളെ വാർത്തെടുത്ത യുണൈറ്റഡിന് സുവർണകാലം സമ്മാനിച്ചു ഫെർഗി. കിരീടങ്ങൾ യുണൈറ്റഡ് വാരിക്കൂട്ടി. റൊണാൾഡോയുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ കാരണം ഇതിഹാസ പരിശീലകൻ സർ അലക്സ് ഫെർഗ്യൂസനാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡും സ്പോർട്ടിംഗ് ലിസ്ബണും തമ്മിൽ നടന്ന മത്സരത്തിൽ എതിർ ടീമിലെ കൊച്ചു പയ്യന്റെ കളി കണ്ട് ഇഷ്ടപ്പെട്ട ഫെർഗ്യൂസൺ മറുത്തൊന്നും ചിന്തിക്കാതെ ആ പയ്യനെ റെഡ് ഡെവിൾസിൽ എത്തിക്കുകയായിരുന്നു. റൊണാൾഡോയുടെ വളർച്ച അവിടെ നിന്നും തുടങ്ങി. പിതൃതുല്യമായ സ്നേഹമാണ് ഫെർഗ്യൂസനോടെന്ന് റോണോയും പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫുട്ബോൾ മൈതാനത്തെ തന്ത്രശാലിയാണ് ഫെർഗി. ടീം അംഗങ്ങളെ ഒരുമിപ്പിക്കുന്ന മൈൻഡ് ഗെയിമർ, കളിക്കളത്തിലെ മിതഭാഷിയായ ജെന്റിൽമാൻ. എന്നാൽ ആ വാക്കുകൾ കളിക്കാർക്കിടയിൽ തീർക്കുന്ന ആവേശം അത്ര ചെറുതല്ല. മുൻ യുണൈറ്റഡ് ക്യാപ്റ്റനും മിഡ്ഫീൽഡറുമായിരുന്ന റോയ് കീന്റെ ആത്മകഥയായ ദി സെക്കൻഡ് ഹാഫിൽ അലക്സിയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഓൾഡ് ട്രഫോർഡിൽ ടോട്ടനത്തിനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായുള്ള ടീം ടോക്കിനായി താരങ്ങൾ കാത്തിരിക്കുകയാണ്. അവർക്കിടയിലേക്ക് വന്ന ഫെർഗ്യൂസൺ താരങ്ങളോട് പറഞ്ഞത് ഒരു ചെറുവാചകം മാത്രം: ലാഡ്സ്, ഇറ്റ്സ് ടോട്ടനം. വെറും 1 സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന ആ വാചകം കളിക്കാർക്കിടയിൽ ഉണ്ടാക്കിയ പ്രചോദനം ചെറുതായിരുന്നില്ല. ടോട്ടനത്തിന്റെ തോൽവികളുടെ ചരിത്രവും യുണൈറ്റഡിന് അവർക്കെതിരെയുള്ള റെക്കോർഡുമെല്ലാം ആ ഒരൊറ്റ വാചകത്തിൽ അടങ്ങിയിരുന്നു. ഫെർഗ്യൂസൺ മാത്രമല്ല യുണൈറ്റഡിന്റെ ആത്മാവും കൂടിയാണ് പടിയിറങ്ങിയത്. പിന്നീട് ഒരിക്കലും പ്രീമിയർ ലീഗ് കിരീടം തൊട്ടുനോക്കാൻ യുണൈറ്റഡിന് ആയിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായി പലരും വന്നുപോയി. എന്നാൽ ആര് വന്നാലും അത് ഫെർഗ്യൂസന് പകരമാവില്ല. ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നത് പോലും സ്വപ്നമായി മാറിയിരിക്കുന്നു ഇന്ന് യുണൈറ്റഡിന്. ഫെർഗ്യൂസന് പകരക്കാരനാകാനാവില്ലെങ്കിലും പഴയ യുണൈറ്റഡിന്റെ നിഴലായെങ്കിലും ടീമിനെ മാറ്റുമോ അമോറിം എന്നാണ് ഇപ്പോൾ യുണൈറ്റഡ് ആരാധകരുടെ ആഗ്രഹം.